Hello, welcome back to my channel and I'm your AI ML queen. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പാർട്ടിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് കമൻറ്റിൽ മാർക്ക് ചെയ്യുക. ചുമ്മാ പറഞ്ഞതാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. 1 സെക്കൻഡ്. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹൗ ടു ചൂസ് റൈറ്റ് അൽഗോരിതം. പല ടൈപ്സ് ഓഫ് അൽഗോരിതംസ് നമുക്ക് മെഷീൻ ലേണിംഗിൽ പഠിക്കാനുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള അൽഗോരിതം എങ്ങനെയാണ് നമ്മൾ നോക്കാം. പക്ഷേ സൂപ്പർവൈസ്ഡ് ലേണിംഗിലും അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിലും ഒരുപാട് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് വരുന്നുണ്ട്. പലതിനും പല ടൈപ്പ് ഓഫ് അപ്രോച്ചുകളാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു അൽഗോരിതം ഇല്ല. പലതിനും പല അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അതിൻ്റെ നമ്മളുടെ ഡാറ്റയുടെ സൈസ് നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ഡാറ്റയുടെ ടൈപ്പ് നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ആ ഡാറ്റയിൽ നിന്ന് എന്ത് ഇൻസൈറ്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം നമ്മൾ ഏത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? വെൻ ഷുഡ് വി യൂസ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്, പല ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. പക്ഷെ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ മുൻകൂട്ടി ഒരു ഫോർമുലയോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനോ ഇല്ലയെന്ന് വിചാരിക്കാം. എന്നുവെച്ചാൽ നമുക്ക് മീൻ കാണണം എന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ആവറേജ് കാണണം. നമുക്ക് അതിന് മീനിനുള്ള ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? അപ്പം അതിന് മെഷീൻ ലേണിംഗ് വേണോ? വേണ്ട, ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫോർമുല ഇല്ലാത്ത കോംപ്ലക്സ് ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ കയ്യിൽ നമുക്കൊരു ഡാറ്റ സെറ്റ് കിട്ടിയൊക്കെയാണ് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലത്തെ ആളുകളുടെ ഷോപ്പിംഗ് ഹാബിറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം ഞാനൊരു ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യണ ആളാണ്. അപ്പം എൻ്റെ ആ ഷോപ്പിങ്ങിൻ്റെ ഹിസ്റ്ററി എനിക്ക് കിട്ടാണ്, ഡാറ്റ സെറ്റായിട്ട് കിട്ടാണ്. അപ്പം അത് വെച്ചിട്ട് ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ എന്തായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അപ്പം അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം. എന്നുവെച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അടുത്തത് എന്തായിട്ടാണ് ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്, അതെനിക്ക് ആമസോണിലെ റെക്കമെൻഡേഷൻ ആയിട്ട് വരണം. അതിന് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് വേണോ? വേണ്ടേ? വേണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ മാസവും ബ്രെഡും പീനട്ട് ബട്ടറും ഓർഡർ ചെയ്യണതാണ്. 1-ാം തീയതി ഓർഡർ ചെയ്യും. ആമസോൺ അല്ല, സ്വിഗ്ഗി പോട്ടെ, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്യും എല്ലാ മാസവും 1-ാം തീയതി. അല്ലെങ്കിൽ വേണ്ട, ആമസോണിൽ നിന്ന് എല്ലാ മാസവും 1-ാം തീയതി ഞാൻ ഡ്രസ്സ് എടുക്കും. അപ്പം അടുത്ത മാസം 1-ാം തീയതി എനിക്ക് എന്താണ്? ഒബിയസ്ലി എനിക്കൊരു ഡ്രസ്സിൻ്റെ റെക്കമെൻഡേഷൻ വരണം, സജഷൻ വരണം ഇല്ലേ? അപ്പം അത് നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് ചെയ്യാം? മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റ്, ആ ഒരു പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഡോക്ടർക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ കൺസെപ്റ്റ് വേണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട്, ആ ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെന്ന് വെച്ചാൽ ഡോക്ടർ, ആൾക്ക് എന്താണ് മെഷീൻ ലേണിംഗ് ആവശ്യമില്ല. ബാക്കിയുള്ളവർക്ക് എന്താണ് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ആ ഒരു ഇൽനെസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇനി ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ, 2020 ഗോൾഡിൻ്റെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാണ്. മെഷീൻ ലേണിംഗ് വേണോ? വേണ്ട. 2020 എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. നമുക്ക് പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും ഗോൾഡിൻ്റെ റേറ്റ്. എനിക്കിപ്പോൾ 2025 ഗോൾഡിൻ്റെ റേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ മെഷീൻ ലേണിംഗ് വേണം. അത് ഫ്യൂച്ചറാണ്. വി ഹാവ് ടു പ്രെഡിക്റ്റ് ദാറ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ ഇൻബോക്സിലോട്ട് വന്ന മെയിൽ
സ്പാം ആണോ അല്ലേ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അതെന്താണ്? അതും നമുക്ക് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇപ്പൊ ലാസ്റ്റ് നടന്ന ഫുട്ബോൾ മാച്ചിലത്തെ ചാമ്പ്യൻ ആരായിരുന്നു എന്ന് കാണണം. മെഷീൻ ലേണിംഗ് വേണോ? വേണ്ട. അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് അതിന്റെ ഡാറ്റ ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ. ഇനി സയൻസിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയേക്കുന്ന സ്റ്റുഡൻ്റ് ആര് കണ്ടുപിടിക്കണം. വേണോ മെഷീൻ ലേണിംഗ്? വേണ്ട. ആ ഡാറ്റയൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്ക് കാണണം, അതിനും ഇക്വേഷൻ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് മെഷീൻ ലേണിംഗ് ആവശ്യമില്ല. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയും പല ടൈപ്പ് ഓഫ് വേരിയബിൾസും വിത്ത് നോ ഇക്വേഷൻ ഓർ ഫോർമുല, ഈ 3 കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. മെഷീൻ ലേണിംഗിലെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഡാറ്റ സെറ്റ് ഉണ്ടാവും. പല സൈസിലും പല ഷേപ്പിലായിരിക്കും നമുക്ക് ഡാറ്റ സെറ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇനി ആ ഡാറ്റ സെറ്റ് പല ടൂൾസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രീ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പല ടൂൾസുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ബെസ്റ്റ് മോഡൽ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇറ്റ് ടേക്ക് ടൈംസ് ടു ഫൈൻഡ് ദി ബെസ്റ്റ് മോഡൽ ടു ഫിറ്റ് ദി ഡാറ്റ. ഓക്കെ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ചാലഞ്ചസ് ഏതിൽ വരുന്നുണ്ട്? മെഷീൻ ലേണിംഗിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആൻസർ ചെയ്യേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ടൈപ്പ് അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഡാറ്റ ആർ യു വർക്കിംഗ് വിത്ത്? എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്? അതിനെക്കുറിച്ച് നല്ലോണം സ്റ്റഡി ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇൻസൈറ്റ്സ് ഡു യു വാണ്ട് ടു ഗെറ്റ് ഫ്രം ഇറ്റ് ഓർ ഗെയിൻ ഫ്രം ദ ഡാറ്റ? ആ ഒരു ഡാറ്റയിൽ നിന്ന് എന്ത് ഇൻസൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്? ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ആൻഡ് വേർ വിൽ ദോസ് ഇൻസൈറ്റ്സ് ബി അപ്ലൈഡ്? എങ്ങനെയാണ്, എവിടെയാണ് നമുക്ക് ആ ഒരു ഇൻസൈറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്കത് സൂപ്പർവൈസ്ഡ് വേണോ അൺസൂപ്പർവൈസ്ഡ് വേണോ, ഏത് റീഇൻഫോഴ്സ്മെന്റ് വേണോ, ഏതാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഓക്കെ. ഇതേപോലെ തന്നെ ഡാറ്റ സയൻസിലുള്ള ഒരു 5 കീ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ട്. ഈസ് ദിസ് എ ഓർ ബി? എ ആണോ ബി ആണോ വേണ്ടത്? ഇതെന്താ വരുന്നത്? എ ഓർ ബി ക്ലാസിഫിക്കേഷൻ അല്ലേ? ഇപ്പോൾ ഈ ഒരു മെയിൽ സ്പാം ആണോ അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർ നമുക്ക് എന്താ പറയുക, ഈ ഇന്ന സാധനം വാങ്ങോ ഇല്ലേ, യെസ് ഓർന്ന ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ അൽഗോരിതംസ്, കുറേ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ലോജിക് റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, ന്യൂറൽ നെറ്റ്വർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞേ ഉള്ളൂ. ഈസ് ദിസ് വിയർഡ്? ഈസ് ദിസ് വിയർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതിലത്തെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഔട്ട്ലയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഏതിലാണ് വരുന്നുണ്ടാവുക? അനോമലി ഡിറ്റക്ഷൻ. ഓക്കെ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണത് ഈ ഒരു അനോമലി ഡിറ്റക്ഷൻ്റെ ഇതിലാണ് വരുന്നുണ്ടാവുക. ഇനി ഹൗ മച്ച് ഓർ ഹൗ മെനി, അവിടെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് നമ്മളവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം അത് വരുന്നത് റിഗ്രഷനിലാണ്. നമുക്കതിനെ വേണമെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് കൂടി പറയാനായിട്ട് പറ്റും. ഓക്കെ. എന്നുവെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്ത മാസം എത്ര യൂണിറ്റ് ഓഫ് ഈ ഒരു പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആവും. ഓക്കെ. അവിടെ ഒരു ക്വാണ്ടിറ്റി ആണ് വരുന്നത്. അപ്പോൾ അതെന്താ? റിഗ്രഷനാണ്, അല്ലെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഹൗ ഈസ് ദിസ് ഓർഗനൈസ്ഡ്? എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്ത് നോക്കുന്നത്? അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്ത് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ സമ്മറൈസ് ചെയ്ത് നോക്കുന്നത്? അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ നിന്നൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ക്ലസ്റ്ററിംഗ് എന്ന് പറയാം. ഓക്കെ. ഇനി വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്? അടുത്തത് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ. നമ്മൾ ഡാറ്റ കിട്ടി അത് വെച്ച് അനലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യണം.
ഇപ്പോൾ കസ്റ്റമറുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് ഇനി എന്ത് പ്രോഡക്റ്റ് ആൾ വാങ്ങുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു സജഷൻ നമുക്കതിൽ കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യണത് മെഷീൻ ലേണിങ്ങിൽ ഓവറോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും. ഡാറ്റ സെറ്റ് ആക്സസ് ചെയ്യുക, അതിനെ ലോഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആക്സസ് ദ ഡാറ്റ ഓർ ലോഡ് ദ ഡാറ്റ. സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രീ പ്രോസസ്സിങ്. പ്രീ പ്രോസസ്സിങ്ങിൽ നമ്മൾ ചെയ്തോക്കുന്നത് നമ്മൾ ഇ ഡി എ എന്നൊരു ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പ്രീ പ്രോസസ്സിങ് ചെയ്തു. പിന്നെ തേർഡ് വൺ, ആ ഒരു പ്രീ പ്രോസസ്ഡ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കാം. ദെൻ ഫോർത്ത് വൺ എന്താണ്, ആ ഡിറൈവ് ചെയ്ത ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇനി നമ്മൾ പിന്നെ അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, ഐട്രേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ബെസ്റ്റ് മോഡൽ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യണം. ആൻഡ് സിക്സ്ത് എന്താണ്, നമ്മൾ ആ ബെസ്റ്റ് മോഡൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മളത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബെസ്റ്റ് മോഡൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു 6 സ്റ്റെപ്പാണ് മെഷീൻ ലേണിങ്ങിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ എന്താ, ആക്സസ് ആൻഡ് ലോഡ് ദ ഡാറ്റ അല്ലേ. നമുക്കിപ്പോൾ ഡാറ്റ സെറ്റ് പല ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കാം. CSV ഉണ്ടാവാം, എക്സൽ ഉണ്ടായിരിക്കാം, SQL ഉണ്ടായിരിക്കാം, അങ്ങനെ ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രീ പ്രോസസ്സ് ചെയ്യണം. ഔട്ട്ലയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ പ്രീ പ്രോസസ്സ് ചെയ്യണം. ആ ടൈമിൽ തന്നെയാണ് നമ്മളുടെ ഡാറ്റ സെറ്റിനെ നമ്മൾ 2 ഡാറ്റ സെറ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ടെസ്റ്റ് ഡാറ്റ സെറ്റും അടുത്തത് ട്രെയിനിങ് ഡാറ്റ സെറ്റും പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ. ഓക്കെ, നമ്മുടെ എൻ്റെ ഡാറ്റ സെറ്റിനെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ടെസ്റ്റിങ്ങിനും ബാക്കി നമുക്ക് യൂസ് ചെയ്യാനും ട്രെയിനിങ്ങിനും. അപ്പോൾ അതിന് ടെസ്റ്റ് സെറ്റും ട്രെയിനിങ് സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മോഡൽ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് ക്രോസ് വാലിഡേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് ഞാൻ ആ ടൈമിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തേ, ഡിറൈവ് ചെയ്തേ, എന്ത് ചെയ്തു, ഫീച്ചേഴ്സ് ആ പ്രീ പ്രോസസ്സ് ചെയ്യണതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് കൂടി പറയാം. എന്ന് വെച്ചാൽ റോ ഡാറ്റയെ നമ്മൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷീൻ ലേണിങ്ങിൻ്റെ അക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഓവർ ഫിറ്റിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ഒരു ഫീച്ചർ സെലക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബിൽഡ് ആൻഡ് ട്രെയിൻ ദ മോഡൽ. നമ്മൾ മോഡൽ അവിടെ ബിൽഡ് ചെയ്തു. നമുക്ക് പ്രീ ഡിഫൈൻഡ് അൽഗോരിതംസും നമ്മുടെ ടെസ്റ്റ് ഡാറ്റയും യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡൽ ബിൽഡ് ചെയ്തു. നമ്മുടെ ടെസ്റ്റ് ഡാറ്റയും പിന്നെ എന്ത് ഡാറ്റയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ, ട്രെയിനിങ് ഡാറ്റയായിട്ട് 2 സെറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടെസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രീ ഡിഫൈൻഡ് അൽഗോരിതംസും ടെസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് മോഡൽ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇനി ട്രെയിനിങ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ആ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനിങ് ഡാറ്റയും കൂടി നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, മോഡലിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് 2 രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് സിംപ്ലിസിറ്റി, അടുത്തത് ആഡ് കോംപ്ലക്സിറ്റി. ഒരു മിനിറ്റ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ടൈപ്പ് ചെയ്യാം. ഇംപ്രൂവ് ദി മോഡൽ. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തിയറട്ടിക്കലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. എന്നാലും ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, മോഡലിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സിംപ്ലിസിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആഡ് കോംപ്ലക്സിറ്റി, ഈ 2 രീതിയിൽ നമുക്ക് മോഡലിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ. എന്നുവെച്ചാൽ ഒന്നെങ്കിൽ സിമ്പിളാക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കാം. സിംപ്ലിസിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഫൈൻ ആക്കിയിട്ട് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിംപ്ലിസിറ്റിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫീച്ചേഴ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൽ ഇൻക്ലൂഡ് ആണത്, ഞാൻ ടൈപ്പ് ചെയ്യാം, പോപ്പുലർ ഫീച്ചർ റിഡക്ഷൻ ടെക്നിക്. ഇതാണ് ഇതിൽ വരുന്നുണ്ടായിരിക്കുക, സിംപ്ലിസിറ്റിയിൽ വരുന്നുണ്ടായിരിക്കുക.
അതിൽ വരുന്നതാണ് എന്ത്? കോറിലേഷൻ മെട്രിക്സ്. കോറിലേഷൻ മെട്രിക്സ് എന്താ ചെയ്യുന്നുണ്ടായിരിക്കാം? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ കോറിലേഷൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും. അതിൽ കൂടുതലും കോറിലേറ്റഡ് അല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കോറിലേറ്റഡ് അല്ലാത്ത, ഏറ്റവും കൂടുതൽ കോറിലേറ്റഡ് അല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ PCA എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ടായിരിക്കും, പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്. അത് നമ്മൾ ചെയ്യും, അപ്പോൾ ആ ടൈമിൽ നമുക്ക് പഠിക്കാം. പിന്നുള്ളത് സീക്വൻഷ്യൽ ഫീച്ചർ റിഡക്ഷൻ. ഇങ്ങനെ പല സ്റ്റെപ്പിൽ നമുക്ക് എന്താണ്? സിംപ്ലിസിറ്റി എക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫീച്ചർ റിഡക്ഷൻ ടെക്നിക്സ്. ഇതാണ് എന്ത്? സിംപ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീച്ചേഴ്സ്, ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണിത്. ഇനി ആഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് കുറച്ചും കൂടിയും ഡാറ്റ സോഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് മോർ ഡാറ്റ സോഴ്സസ്. സ്പെല്ലിംഗ് മറപ്പോയോ? സോറി, സോഴ്സസ്. ഓക്കെ, കൂടുതൽ ഡാറ്റ സോഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡൽസിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മോഡലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ആഡ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് ഇറ്റ് മോർ ഫൈൻ ട്യൂൺ. ഓക്കെ, അപ്പോൾ മോഡലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന 2 കാര്യമാണ് സിംപ്ലിസിറ്റി, അതേപോലെ തന്നെ ആഡ് കോംപ്ലക്സിറ്റി. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് മീൻസ് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ മാത്സ് ഇപ്പോൾ പാരലൽ എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായി. ലൈവ് ക്ലാസ്സൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മാത്സ് ഉണ്ടല്ലോ, സ്റ്റാറ്റി പാർട്ടൊന്ന് സെൽഫായിട്ടൊന്ന് പഠിക്കാൻ നോക്കുക. ഞാൻ ടൈം കിട്ടുമ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫായിട്ടൊന്ന് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, so that's all for this video. So thank you, have a nice day, bye.